കോടതി പോലീസ് ഹാജരാക്കിയ എവിഡൻസ് അത് ശരിയായ രീതിയിൽ വിശകലനം ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ ഇന്ത്യയിൽ വലിയ പാടാണ്. ഇന്ത്യയുടെ നിയമ സംവിധാനം അനുസരിച്ച് 120B ഗൂഢാലോചന തെളിയിക്കാനായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടാണ്. റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇതുവരെ ഇല്ല. അങ്ങനെ രഹസ്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ വെളിയിലോട്ട് വരത്തില്ല. ദിലീപിന് ഒരു ഗൂഢാലോചന തനിക്കെതിരായിട്ടുണ്ട് എന്ന് നിയമപരമായി നീങ്ങുന്നതിന് യാതൊരു നിയമ തടസ്സവും ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കാമായിരുന്നു, കൊടുത്തില്ല. ആർക്കാണ് മോട്ടീവ്? ഈ ഒരു സംഭവം ആ അതിജീവിതയെ സിനിമാ രംഗത്ത് നിന്ന് ഔട്ടാക്കാൻ മോട്ടീവ് ആർക്കാണുള്ളത്? നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരായി കണ്ടെത്തിയ പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾക്ക് വിചാരണ കോടതി വിധിച്ച കുറഞ്ഞ ശിക്ഷ പ്രോസിക്യൂഷന്റേതടക്കം പ്രതീക്ഷകളെ തകിടം മറിക്കുന്നതായിരുന്നു. നടിയെ ആക്രമിച്ചതുപോലുള്ള കേട്ടുകേൾവിയില്ലാത്ത കുറ്റകൃത്യത്തിൽ നിയമത്തിൽ പറയുന്ന കുറഞ്ഞ ശിക്ഷ വിധിച്ചതിലൂടെ നിർഭയ സംഭവത്തിന്റെ അന്തസത്ത വിസ്മരിക്കപ്പെട്ടു എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കേസിലെ വിധിപ്പകർപ്പ് പുറത്തുവരുമ്പോൾ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് വ്യക്തമാണ്. കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൽ തെറ്റില്ല എന്നും കോടതി വ്യക്തമായി നിരീക്ഷിച്ചിട്ടുണ്ട്. അന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ദിലീപിന്റെ അറസ്റ്റ്. എന്നാൽ 1ാം പ്രതി പൾസർ സുനിയും ദിലീപും ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. ഈ ഒരു വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. സാറേ, ഈ വിധിപ്പകർപ്പിൽ 300 പേജുകളിൽ ദിലീപിനെ എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കിയെന്നാണ് കോടതി വിശദീകരിക്കുന്നത്. മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച ദിലീപിനെതിരെ യാതൊരു തെളിവുകളുമില്ല. ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ഒന്നും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ദിലീപ് നിരപരാധിയായിരുന്നു. ദിലീപ് ഈ കേസ് പഠിക്കുന്ന ഒരാൾക്ക് ദിലീപ് നിരപരാധിയാണെന്ന് തോന്നില്ല. കാരണം എവിഡൻസ് അങ്ങനെയാണ് കിടക്കുന്നത്. കോടതി പോലീസ് ഹാജരാക്കിയ എവിഡൻസ് അത് ശരിയായ രീതിയിൽ വിശകലനം ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. തെളിവിൻ്റെ അപര്യാപ്തത്തിൽ ആണ് ദിലീപിനെ വിട്ടയച്ചത്. പക്ഷേ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ തെറ്റില്ല എന്നും കോടതി പറയുന്നുണ്ട്. സർ, മറ്റൊരു കാര്യമുള്ളത്, ഈ കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൽ തെറ്റില്ല എന്ന് കോടതി വ്യക്തമായി നിരീക്ഷിച്ചിട്ടുണ്ട്. അന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ദിലീപിന്റെ അറസ്റ്റ് എന്നും പറയുന്നു. അപ്പോൾ പ്രോസിക്യൂഷന്റെ പരാജയമാണോ ഇവിടെ കൃത്യമായ തെളിവ് ഹാജരാക്കുന്നതിൽ? പ്രോസിക്യൂഷൻ അതിനകത്ത് പരാജയപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ ഇന്ത്യയിൽ വലിയ പാടാണ്. ഇന്ത്യയുടെ നിയമ സംവിധാനം അനുസരിച്ച് 120B ഗൂഢാലോചന തെളിയിക്കാനായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടാണ്. അത് സുപ്രീം കോടതി പല കേസിനകത്തും പല ഹൈക്കോർട്ടുകളും പല കേസിനകത്ത് അത് പറഞ്ഞിട്ടുമുണ്ട്. കാരണം 2 പേരുകൾ തമ്മിലുള്ള മനസ്സ് അല്ലെങ്കിൽ മീറ്റിംഗ് ഓഫ് 2 മൈൻഡ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ തമ്മിൽ രഹസ്യമായിട്ട് പറയുന്ന ഒരു കാര്യം വെളിയിലോട്ട് അറിയാൻ ഒരു മാർഗവുമില്ല. അവർ നേരിട്ട് ചെവിയിൽ പറയുന്ന കാര്യങ്ങളാണ്, അടുത്ത് നിന്ന് രഹസ്യമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇതുവരെ ഇല്ല. അങ്ങനെ രഹസ്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ വെളിയിലോട്ട് വരത്തില്ല. പിന്നെ അവർ 2 പേരും രഹസ്യമായിട്ട് സംസാരിച്ചു എന്ന് തെളിയിക്കണം. അത് പോലീസിന് തെളിയിക്കാൻ പറ്റി. 7 സ്ഥലത്ത് പരസ്പരം കണ്ടു എന്നാണ് പോലീസ് അന്വേഷണം കണ്ടെത്തിയത്. വീടിനകത്ത് വെച്ചും കണ്ടിട്ടുണ്ട്. പക്ഷെ വെളിയിൽ കണ്ടതിന് എവിഡൻസ് ഉണ്ട്. വീട്ടിനകത്ത് തമ്മിൽ കണ്ടതായിട്ട് ഒരു എവിഡൻസ്, 2 പേരും ഒന്നിച്ചിരിക്കുന്നതായിട്ടോ അങ്ങനെ കണ്ടതിന് എവിഡൻസ് ഇല്ല. അതേ സമയത്ത് അത് കോടതി പറയുന്നത് ശരിയാകാം. പക്ഷേ മറ്റുള്ള 7 സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലോ. 4 സ്ഥലത്ത് ലൊക്കേഷനിൽ വെച്ച് പരസ്പരം കണ്ടിരിക്കുന്നു, രഹസ്യമായിട്ട് സംസാരിച്ചിരിക്കുന്നു. അതുപോലെ 3 സ്ഥലത്ത് അല്ലാത്ത സ്ഥലത്ത് കണ്ടിരിക്കുന്നു. അവർ തമ്മിൽ ഇരുന്ന് രഹസ്യമായിട്ട് സംസാരിക്കുന്നത് കണ്ടവരുണ്ട്. ഇത് കൂടുതൽ എങ്ങനെയാണ് എവിഡൻസ് കൊടുക്കുക? ഈ കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ അന്ന് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിന്റെ അറസ്റ്റ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ദിലീപ് പറയുന്നത് തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നുമാണ്. വിധിപ്പകർപ്പ് പുറത്തു വന്നതോടെ എല്ലാത്തിലും ഒരു വ്യക്തത കുറവുണ്ട്. വിധിപ്പകർപ്പ് വന്ന ഉടനെ ദിലീപിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. അല്ലെങ്കിൽ ദിലീപിനെ വെറുതെ വിട്ട നിമിഷത്തിൽ തന്നെ പുറത്തിറങ്ങിയപ്പം ദിലീപ് പറഞ്ഞു തനിക്കെതിരായിട്ടൊരു ഗൂഢാലോചനയുണ്ട്. കോടതിയിലെ മഞ്ജു വാര്യരാണ് തനിക്കെതിരായിട്ടൊരു ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം പറഞ്ഞത്. അതനുസരിച്ചാണ് പോലീസ് മുന്നോട്ട് പോയത്. എന്നാൽ അത് മഞ്ജു വാര്യരും
ചില പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഗൂഢാലോചനയിലാണ് തനിക്ക് ഈ ഗതി വന്നത് എന്നാണ് ദിലീപ് ആ കേസിൽ താൻ കുറ്റവിമുക്തനാക്കി എന്നറിഞ്ഞ നിമിഷത്തിൽ പുറത്തേക്ക് വന്നപ്പോൾ ആദ്യം പ്രതികരിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം തനിക്കെതിരായിട്ടൊരു ഗൂഢാലോചനയുണ്ടെന്നുള്ള അവരുടെ വാദഗതി കോടതി ഏകദേശം അത് അഡ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ദിലീപിന് ഒരു ഗൂഢാലോചന തനിക്കെതിരായിട്ടുണ്ട് എന്ന് നിയമപരമായി നീങ്ങുന്നതിന് യാതൊരു നിയമ തടസ്സവും ഇല്ല. പിന്നെ അത് എങ്ങനെ പോലീസ് അങ്ങനെ ഒരു കേസെടുക്കാൻ തയ്യാറാകില്ല എന്നും എനിക്കറിയാം. അല്ലാത്ത മാർഗങ്ങളിൽ കൂടെ അദ്ദേഹത്തിന് അതുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് ഞാൻ കരുതുന്നു. പ്രോസിക്യൂഷന്റെ വീഴ്ചകളെ കോടതി കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. ഗൂഢാലോചന നടന്നുവെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുമില്ല. സമർപ്പിക്കപ്പെട്ട തെളിവുകൾ ഗൂഢാലോചന തെളിയിക്കാൻ അപര്യാപ്തമാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ദിലീപിനെ വെറുതെ വിട്ടതിൽ കോടതിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അല്ല, ആ ഗൂഢാലോചന തെളിവുകൾ തീർച്ചയായിട്ടും കൃത്യമായി പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നത്. അത് കോടതി എങ്ങനെയാണ് വിശകലനം ചെയ്ത് എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് കോടതിക്ക് അതിനകത്ത് എവിഡൻസ് ഇല്ല എന്ന് തോന്നിയത്. വ്യത്യസ്തമായ ആംഗിളിലും വ്യത്യസ്തമായ സാഹചര്യത്തിലും ലഭിക്കുന്ന തെളിവുകൾ, ഗൂഢാലോചനയ്ക്ക് ലഭിക്കുന്ന തെളിവുകൾ കോടതി പരിഗണിക്കണമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ഒന്നാം പ്രതി പൾസർ സുനിയും ദിലീപും ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. ദിലീപിന്റെ വീടിന് സമീപം പൾസർ സുനിയെ കണ്ടുവെന്ന് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ മൊഴിയുണ്ട്. എന്നാൽ അത് ഗൂഢാലോചന നടത്താനാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന തെളിവല്ല എന്നാണ് കോടതി നിലപാടെടുത്തിരിക്കുന്നത്. ദിലീപിന്റെ പല സെറ്റുകളിലും പൾസർ സുനിയുടെ സാന്നിധ്യമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നുമുണ്ട്. എന്നാൽ ഒന്നാം പ്രതിയും ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ്, അതുകൊണ്ട് സെറ്റിൽ കണ്ടു എന്നുള്ളതും ഗൂഢാലോചന നടത്തി എന്നുള്ളതും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുമാണ് കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതിനപ്പുറം എങ്ങനെയാണ് ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പറ്റുക? അല്ല, കോടതി അങ്ങനെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് കോടതിയുടെ അവരുടെ ഇന്റർപ്രിട്ടേഷൻ അത് മനസ്സിലാക്കുന്ന ആ രീതിയിലാണ്. വ്യത്യസ്തമായ റേഞ്ചിലുള്ള ആൾക്കാർ പല രീതിയിലും ഒരേ മാറ്റർ പല രീതിയിലും അത് ആശയപരമായി ഡിഫറൻറ്റോടെ കാണും, വ്യത്യസ്തമായ രീതി ചിന്തിക്കും, വ്യത്യസ്തമായ അനാലിസിസ് ഉണ്ടാവും. അവിടെ കോടതിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. കോടതി അത് മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് പറയുന്നത് ഇയാൾ ഒരു കലാകാരനായതുകൊണ്ട് അവിടെ വന്നതാകാം. പക്ഷേ രണ്ടു വശവും ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന പലരും ഇയാളെ ഉപദ്രവിക്കാൻ വന്ന് അയാൾക്ക് ഒരു ഉപദ്രവം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതിനോട് ഇത് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒബ്സർവേഷൻ കോടതി നടത്തിയിരിക്കുന്ന എത്രത്തോളം അത് നിലനിൽക്കും എന്ന് എൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കൂട്ടബലാത്സംഗം പ്രത്യേക കുറ്റമായി ഉൾപ്പെടുത്തിയത് രാജ്യത്തെയാകെ നടുക്കിയ ഡൽഹിയിലെ നിർഭയ സംഭവത്തെ തുടർന്ന് 2013 കൊണ്ടുവന്ന ഒരു സുപ്രധാനമായ നിയമ ഭേദഗതിയിലൂടെയാണ്. നടിയെ ആക്രമിച്ച കേസിൽ കൂട്ടബലാത്സംഗ കേസിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയായി നിയമത്തിൽ പറയുന്ന 20 വർഷം കഠിന തടവാണ് ഇവിടെ പ്രതികൾക്ക് വിധിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ശിക്ഷ ഇത്രയും കുറഞ്ഞു പോയത്? ശിക്ഷ കൊടുത്തിരിക്കുന്ന മിനിമത്തിലാണ്. കാരണം ഏറ്റവും മിനിമം കൂട്ടബലാത്സംഗ കേസിനകത്ത് ഏറ്റവും മിനിമം 20 വർഷം കൊടുക്കണമെന്നാണ് 376D IPCക്കകത്ത് പറയുന്നത്. ഇവിടെ മിനിമമാണ് കൊടുത്തിരിക്കുന്നത്, മാക്സിമം കൊടുത്തിട്ടില്ല. മിനിമം ആണ് കൊടുക്കുന്നതെങ്കിൽ അത് 20 വർഷം തടവിൽ കിടന്നാൽ മതി. അതേസമയത്തും അത് കൂടുതൽ കാഠിന്യത്തോടു കൂടിയാണ് കോടതി അത് കാണുന്നതെങ്കിൽ കഠിനമായ തടവ് കൊടുക്കണം. അത് ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണ്. ലൈഫ് ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ ബാക്കി ഭാഗത്തെ ജീവിതം എത്രയുണ്ടോ അത്രയും നാളും കോടതി കിടക്കണം, ആ ജയിലിൽ കിടക്കണമെന്ന് തന്നെയാണ് ലൈഫ് ഇംപ്രിസൺമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോടതി എന്തായാലും ഇതൊരു ഗാങ് റേപ്പാണ് എന്ന് കരുതി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് 6 പേരെയും ശിക്ഷിച്ചത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഒന്നാം പ്രതിക്ക് പൾസർ സുനി മേജർ ആക്ട് ചെയ്ത അയാളാണ്, മറ്റുള്ളവർ നിരപരാധികളാണ്, ഞങ്ങൾ കൂട്ടുനിന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കാമായിരുന്നു, കൊടുത്തില്ല. മറ്റു പ്രതികൾക്ക് അവർക്ക് 20 വർഷം കൂടെ കൊടുക്കാമായിരുന്നു. കാരണം കോടതി ഇടയ്ക്ക് ആ കേസിൻ്റെ അനാലിസിസ് നടത്തിയപ്പോൾ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ ഗാങ് റേപ്പ് കൊടുക്കാൻ കാരണമാകുന്ന കുറ്റം ഒരാളാണ് യഥാർത്ഥത്തിൽ ഗാങ് റേപ്പ് ചെയ്തത്, മറ്റുള്ളവർ സഹായികളായി നിന്നതും അതിൻ്റെ ഫോട്ടോ എടുക്കുന്നതും അങ്ങനെ ചില കർമ്മങ്ങൾ അവർ ചെയ്തതായിട്ടാണ്. അവരാരും
റേപ്പ് ചെയ്തില്ല എന്നുള്ള വാദഗതി കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ലൈഫ് ഇംപ്രിസ്മെൻറ്റ് പൾസർ സുനിക്ക് കൊടുത്തിട്ട് മറ്റുള്ളവർ തീർച്ചയായിട്ടും അവർക്ക് 20 വർഷം കൊടുത്താൽ മതിയായിരുന്നു. കാരണം നമുക്കറിയാം ഈ കേസിനകത്ത് കോമൺ ഇൻറ്റൻഷൻ, കോമൺ ഒബ്ജക്റ്റ് അതൊക്കെ ഇവർ നേരത്തെ തീരുമാനിച്ചുറച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് 120B തീർച്ചയായിട്ടും അട്രാക്ട് ചെയ്യും, ഗൂഢാലോചന അട്രാക്ട് ചെയ്യും അവർ തമ്മിലുള്ളത്. അതെന്തായാലും തെളിഞ്ഞു എന്ന രീതിയിലാണ് കോടതി 20 വർഷം വെച്ച് ശിക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നാം പ്രതിക്ക് ലൈഫ് ഇംപ്രിസ്മെന്റ് കൊടുക്കാമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. താൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണ്, CBI അന്വേഷിക്കണമെന്നൊക്കെ ദിലീപ് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. അപ്പോൾ ദിലീപ് അല്ലാതെ മറ്റൊരു ഗൂഢാലോചന നടന്നോ ഈ ഒരു കേസിൽ? പൾസർ സുനി ദിലീപിന് മനഃപൂർവ്വം കൊടുക്കാൻ നോക്കിയോ? അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും താല്പര്യം ഈ കേസിന് പിന്നിലുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. കാരണം ആർക്കാണ് മോട്ടീവ്? ഈ ഒരു സംഭവം ആ അതിജീവിതയെ സിനിമാ രംഗത്ത് നിന്ന് ഔട്ടാക്കാൻ മോട്ടീവ് ആർക്കാണുള്ളത്? അപ്പോൾ അതിനെ അവരെ അപകീർത്തിപ്പെടുത്താനും അവരെ സിനിമാ ഫീൽഡിൽ നിന്ന് അകറ്റാനും അവർക്ക് സിനിമ ഒന്നും അഭിനയത്തില്ല, അത് അവരുടെ വേറെ ചില ആക്ടിവിറ്റി ആണ് എന്നൊക്കെ പറഞ്ഞ് ദിലീപ് ഒരു കേസ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അത് ഡാമേജിങ് ആണ് അവർക്ക്. അത് എൻ്റർടൈൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കോടതി. അത് ദിലീപിന് അടുത്ത കുരുക്കിലേക്ക് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. കോടതികളിലെ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പീൽ പോയാലും അടിയന്തര പ്രാധാന്യത്തോടെ കോടതി ഈ ഒരു കേസ് പരിഗണിക്കും. അപ്പീൽ പോയാൽ അത് അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കുവാൻ സാധ്യത കുറവാണ്. എങ്കിലും ഇവിടെ നീതി കിട്ടിയില്ല തനിക്ക് എന്നാണ് ഇതിൻ്റെ കംപ്ലൈനൻ്റ് അതിജീവിത പറയുന്നത്. അവിടെ കോടതിയിൽ നിന്ന് മാറ്റാനായിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടും ആ കോടതി മാറിയില്ല. ഹൈക്കോടതിയിൽ സുപ്രീം കോടതി പോയപ്പോൾ എനിക്ക് നീതി ലഭിച്ചില്ല, എനിക്ക് മറ്റൊരു ജഡ്ജിയാണെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്ക് നീതി ലഭിക്കും എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന ആ ഒരു അപേക്ഷ, സാധാരണഗതിയിലെ ഒരു കേസിൻ്റെ അപ്പീൽ അതിൻ്റെ സീനിയോറിറ്റി അനുസരിച്ചാണ് ഹൈക്കോടതി നോക്കുന്നത്. എത്ര സീരിയസ് ആയ കേസാണെങ്കിലും ശരി, അതിൻ്റെ സീനിയോറിറ്റി അനുസരിച്ചാണ് ഹൈക്കോടതി നോക്കുന്നത്. ചിലപ്പം 1 വർഷം 2 വർഷം 3 വർഷം കഴിഞ്ഞൊക്കെ അത് ഫയലിൽ സീനിയോറിറ്റി അനുസരിച്ച് എത്തുള്ളൂ, അപ്പോഴാണ് നോക്കുന്നത്. പക്ഷേ ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീതി കിട്ടിയില്ല തനിക്ക് ഇതുവരെ എന്ന് അതിജീവിത. ആ നീതി കിട്ടിയത് ഈ ജഡ്ജ്മെൻറ്റ് വന്ന ശേഷമല്ല അവർ പറയുന്നത്. ഇതിൻ്റെ തുടക്കം മുതൽ അവർ ഒരു വനിതാ ജഡ്ജി വേണമെന്ന് പറഞ്ഞു. വനിതാ ജഡ്ജി വന്നപ്പം അവർ നീതി ലഭിക്കില്ല പല കാരണങ്ങൾ കൊണ്ട്. കോടതിയിലെ പല സന്ദർഭത്തിലും ആ വാദി അതിജീവിതയെ അവരെ വിസ്തരിക്കുന്ന സമയത്ത് വളരെ മോശമായ പെരുമാറ്റം വക്കീലന്മാരിൽ നിന്നൊക്കെ അവർക്കുണ്ടായി. അവർ കോടതി അത് തടഞ്ഞില്ല എന്ന ആക്ഷേപം അങ്ങനെ റിട്ടേണായിട്ടും എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്ന് ആയി ജഡ്ജിൻ്റെ മുമ്പിൽ വന്നപ്പം അതിൽ നിന്ന് പിന്മാറുന്നതായിരുന്നു ഉചിതമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.